പാരീസിൽ നിന്നിറങ്ങിയ ലിയണൽ മെസ്സിയുടെ ഫസ്റ്റ് ഓപ്ഷൻ ബാർസലോണ തന്നെയായിരുന്നു. എന്നാൽ ബാർസ ഒരു ഉറപ്പ് നൽകാത്തതിനാൽ തന്നെ കൂടുതൽ കാലം കാത്തിരിക്കാനും മെസ്സിക്കായില്ല. അതുകൊണ്ടുതന്നെ കൂടുതൽ സിറ്റുവേഷനുകൾ മോശമാക്കാതെ ബാർസ കാത്തിരിക്കാൻ പറഞ്ഞിട്ടും ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ സമ്മർദ്ദം താങ്ങാനാവാതെയാകണം മെസ്സി ഇനിയുള്ള കാലം സമ്മർദ്ദമില്ലാതെ കളിക്കാൻ ഇന്റർ മയാമി എന്ന ക്ലബ്ബ് തിരഞ്ഞെടുത്തത്. ബെക്കാമിൻ്റെ ഉടമസ്ഥതയിലുള്ള ഇന്റർ മയാമി ലിയോണൽ മെസ്സിക്ക് മികച്ച നാളുകളായിരുന്നു. ക്ലബ്ബിലെത്തി ആദ്യം മെസ്സി ചെയ്തത് തൻ്റെ ഉറ്റ സുഹൃത്തുക്കളായ സൂപ്പർ താരങ്ങളെ ടീമിലെത്തിക്കുകയാണ്. ആദ്യം സെർജിയോ ബൂസ്കറ്റിനെ ടീമിലെത്തിച്ചു. അധികം വൈകാതെ ജോഡി ആൽബയെയും ലിയോ മെസ്സി ടീമിലെത്തിക്കാൻ മാനേജ്മെൻറ്റിനോട് ആവശ്യപ്പെട്ടു. ബെക്കാം 2 താരങ്ങളെയും ടീമിലെത്തിച്ചു. ഇപ്പോൾ വരുന്ന വാർത്ത ഏറെ ശുഭകരമാണ്. ഒടുവിൽ മെസ്സിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ലൂയിസ് സുവാരസും ഇന്റർ മയാമിയിലെത്തി. ഒഫീഷ്യൽ പ്രഖ്യാപനം ഉടനുണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇങ്ങനെയെങ്കിൽ ബാർസയിൽ കളിച്ചു ഭരിച്ച ആ 4 താരങ്ങൾ ഇവിടെ മിയാമിയിലും എത്തിയിരിക്കുകയാണ്. ബാർസയുടെ പ്രതിരോധം ഭരിച്ച ജോഡി ആൽബയും മധ്യനിര ഭരിച്ച സെർജിയോ ബൂസ്കറ്റും മുന്നേറ്റത്തിൽ നിറഞ്ഞാടിയ മെസ്സിയും സുവാരസും ഇന്ന് ഇന്റർ മയാമിക്കൊപ്പമാണ്. ഒരു മിനി ബാഴ്സ തന്നെ ഇപ്പോൾ മിയാമിയിൽ പണിതു വെച്ചിട്ടുണ്ട്. ഒടുവിൽ എല്ലാം പഴയതുപോലെ തൻ്റെ കളിക്കൂട്ടുകാർക്കൊപ്പം കളിച്ചു വിരമിക്കണമെന്ന മെസ്സിയുടെ മോഹം ബെക്കാം നിറവേറ്റിയതാകാമെന്നത് ശരിയായ കണക്കുകൂട്ടലല്ല. വരുന്ന സീസണിൽ മെസ്സിയും കൂട്ടരും ആടിത്തിമിർക്കുമെന്ന പ്രതീക്ഷയിലാണ് നിലവിൽ മിയാമി ആരാധകരും മെസ്സി ആരാധകരും. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് നൗ.